കുറിച്ചെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ചില വിഷയങ്ങൾ നമ്മൾ പുറത്തുനിന്ന് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. ഞാൻ ഒരിക്കലും ഒരു ട്രെയിൻ യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ ട്രെയിനിൽ ഇങ്ങനെ കോഴിക്കോട് നിന്ന് കയറി ഇങ്ങനെ എന്റെ മുമ്പിൽ യൂണിഫോമിൽ 2 പോലീസുകാരുണ്ട്. വളരെ സുപ്രധാനമായ എന്തൊരു യാത്രയായിട്ടാണ് എനിക്ക് അവരെ കുറിച്ച് തോന്നിയത്. തിരൂരെത്തിയപ്പോ അവരുടെയൊക്കെ മേലുദ്യോഗസ്ഥനായ ഒരാള് സാധാ ഡ്രസ്സിൽ അയാൾ കയറിയപ്പോ ഒരു സെല്യൂട്ടൊക്കെ അടിച്ച് അയാൾ എന്റെ നേരെ മുമ്പിലിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു താടിയൊക്കെ വെച്ച മനുഷ്യൻ ഒരു പുസ്തകമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, ഒരു ജുബയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ ഒരു അസഹ്യത എന്റെ ഇരുത്തത്തിലും കാര്യത്തിലും എന്നെ നോക്കി അയാൾ കാണിക്കുന്നുണ്ട്. അപ്പൊ തിരൂര് വിട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾ ഈ പോലീസുകാരോട് പറയാണ്, മലപ്പുറം ജില്ലയിലേക്ക് ട്രെയിൻ എത്തിയ ഭയങ്കര തിരക്കാണ്. അയാൾ എന്നെ കുത്തിയിട്ട് ഇന്നെന്ന് വേദനിപ്പിച്ച് പറയാണ്, മലപ്പുറം ജില്ലയിലേക്ക് ട്രെയിന് കടന്നാൽ ഭയങ്കര ജനാണ്, ഭയങ്കര തിരക്കാണ്. കാരണം ഇവിടെ മുസ്ലിങ്ങളാണല്ലോ കൂടുതൽ കല്യാണം കഴിക്കാതുകൊണ്ട് കൂടുതൽ കുട്ടികളുണ്ടാവും. അപ്പൊ എന്നെ ഒന്ന് ഞാൻ ആ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അവിടെ വെച്ചിട്ട്, സർ ഒരു ചോദ്യം ചോദിക്കാണ്ട്, 16,008 ഭാര്യമാരുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ എന്നാ പറയുന്നത്, 1,24,000 കുട്ടികളുണ്ടായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ ട്രെയിൻ ഇട്ടാലും ഭയങ്കര തിരക്കായിരിക്കില്ല സർ, ട്രെയിൻ അഡീഷണൽ ഉണ്ടാക്കേണ്ടി വരുമല്ലോ എന്ന് ചോദിച്ചാൽ. ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോ നിങ്ങൾക്ക് കേൾക്കണ്ടേ, സത്യത്തില് അയാൾ എറണാകുളം ഇറങ്ങേണ്ട മനുഷ്യനാ ഷൊർണൂർ ഇറങ്ങി. പിന്നെ അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു, കൈകേയി, കൗസല്യ, സുമിത്ര. ഞാൻ അന്നാ മനസ്സിലാക്കി ആ അറിവ് എനിക്ക് അയാളെ തകർത്ത് തരിപ്പണാക്കാൻ കഴിഞ്ഞു. അയാളെ കൂടെ ഇരുന്ന പോലീസുകാരൊന്നും പിന്നെ മിണ്ടിയിട്ടില്ല, ചായയും കുടിച്ചിട്ടില്ല, ചോറും കുടിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മളൊരു സാധാരണ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓൻ തലയും താത്തി അങ്ങനെ കുത്തിരിക്കും, അതിന് മറുപടി ഒന്നും പറയില്ല. പിന്നെ മൂപ്പല അടിച്ച് കയറിക്കോളും, പല ഡയലോഗ്. അങ്ങനെയാണല്ലോ ഇന്നത്തെ ലോകം. ഞാൻ പറയുന്നത് ആ ഒരു അറിവ് അത് അയാളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നതിനോട് കൂടെ സഹോദരങ്ങളെ അയാളെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ച് പോയി. ഇവിടെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതം അള്ളാഹുവിന്റെ സൃഷ്ടികളാൽ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു? അള്ള നൽകിയ നാവ് കൊണ്ടാണ് അള്ളാന്റെ മതത്തെ വിമർശിക്കുന്നത്. അള്ള നൽകിയ തൂലികാ വൈഭവം കൊണ്ടാണ് അള്ളാന്റെ മതത്തെ വിമർശിക്കപ്പെടുന്നത്. വിമർശനങ്ങൾ ഒരുപാടുണ്ട്, എല്ലാവർക്കും അറിയാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടെ നോൺ മുസ്ലിമീങ്ങൾ ഒന്നുമില്ല ഈ സദസ്സില്. ഞാൻ മെനയാന്ന് ഞാന് ജിദ്ദയിൽ വന്ന ആ സമയത്ത് തന്നെ അന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം അമുസ്ലിങ്ങൾക്കാണ് അവിടെ പ്രോഗ്രാം. ഒരു 8-ലധികം പ്രോഗ്രാം അമുസ്ലിങ്ങൾക്ക് വേണ്ടി സൗദിയിൽ ഇപ്പൊ വന്നിട്ട് 2 ആഴ്ചകളുള്ളിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഞാനിത് അനുഭവം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാനാണ്. ഈ അനുഭവം പറയുന്നത് വേറൊരു ഉദ്ദേശമില്ല, അള്ളാഹു കാക്കട്ടെ. ഞാൻ പറയുന്നത്, ആ പരിപാടി കഴിഞ്ഞപ്പോ രാജീവ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അയാളുടെ 2 ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, വല്ലാത്തൊരു അനുഭവമാണ് എനിക്ക് ഇവിടെ ഉണ്ടായത്. ഞാൻ എന്റെ